ശുഭ ചോദിച്ച അടുത്തൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ എല്ലാവരെയും വിശ്വസിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? നമുക്ക് വിശ്വസിക്കാതെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ചേ മതിയാവുള്ളൂ. ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്നെ പറ്റിക്കും എന്ന് വിചാരിച്ചാൽ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ അടുത്തേക്ക് ചെല്ലുക? നമ്മളൊരു പശുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പട്ടിയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇത് കടിക്കുമെന്ന ഭയത്തിൽ, അല്ലെങ്കിൽ ഇത് നമ്മളെ തൊഴിക്കുമെന്നുള്ള ഭയത്തിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഭാവം കാണുമ്പോൾ ആ പശു അല്ലെങ്കിൽ ആ പട്ടിയോ ഭയക്കും. അത് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് ഇത് വളരെ എന്താ പറയുക, ഒരു യൂഷ്വലായിട്ടാവില്ല. ഒരു പട്ടിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നതെങ്കിൽ നമ്മൾ ഭയന്നുകൊണ്ട് എന്നെ കടിക്കും എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ചെല്ലുമ്പോൾ നമ്മുടെ ഭാവം കാണുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്മെല്ല് കാരണം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ ഭയത്തിൻ്റെ സ്മെല്ല് കാരണം പട്ടിക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ കൊണ്ട് പട്ടി 4 പ്രാവശ്യം കുരയ്ക്കും, നമ്മൾ തിരിച്ചു പോരും. നേരെ തിരിച്ച് ഈ പട്ടി കടിക്കില്ല, ഈ നല്ല സ്നേഹമുള്ള ജീവിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചെന്നിട്ട് പട്ടിയുടെ തലയിൽ ഒന്ന് തലോടിയാൽ ആ പട്ടി നമ്മുടെ കൂടെ നിൽക്കും. ഇതേവിടെ തന്നെയാണ് നമ്മൾ എങ്ങനെ വിശ്വസിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. നമ്മൾ ഒരാളെ അങ്ങോട്ട് വിശ്വസിക്കാതെ അവരുടെ വിശ്വാസം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഈ ലോകത്ത് ചുറ്റുമുള്ള എല്ലാ ആളുകളെയും നമുക്ക് വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റില്ല എന്നൊന്നും വിശ്വസിക്കണ്ട. ഒരിക്കൽ അബദ്ധം പറ്റിയാൽ, വിശ്വസിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നൊരു ചെറിയ അബദ്ധം പറ്റിയാൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ആ അബദ്ധം വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ശരിയാണ്. കാരണം ലോകത്ത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊരു സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ള എൻ്റെ മിസ്റ്റേക്കായിട്ട് അതിനെ മനസ്സിലാക്കി, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ പറ്റിക്കപ്പെട്ടത് എന്ന് സ്വയം മനസ്സിലാക്കി ഞാൻ മാറ്റം വരുത്തിയാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാവരിലും എന്തെങ്കിലും ഗുണങ്ങളുണ്ട്. നമ്മളവരുടെ ദോഷങ്ങളിലേക്ക് ചിന്തിക്കാതെ ആ ഗുണങ്ങളിലെ വിശ്വസിച്ച് ആ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് എങ്ങനെ ഉപകാരപ്രദമാകുമെന്ന് മനസ്സിലാക്കി അവരെ വിശ്വസിച്ച് അവരെ നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമേ ഞാനെന്നുള്ള ഓരോ വ്യക്തികളുണ്ടാവുള്ളൂ. ഒരു വ്യക്തി തന്നെയായിട്ട് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഈ ലോകത്ത് ഒന്നും ഇല്ലതാനും. ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ അവൻ്റെ കോൺട്രിബ്യൂട്ടീവ് ആവണം, അവന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം. മറ്റുള്ളവർ തരുന്ന എന്തെങ്കിലും കഴിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ കഴിയില്ല. ഉണ്ടാകുന്ന ഭക്ഷണം മുഴുവൻ അവനവന് തന്നെ വായുവിൽ നിന്ന് എന്താ പറയുക, ഈശ്വരന്മാരൊക്കെ കാണിക്കുന്ന പോലെ കൈ നിവർത്തിയെടുക്കാനൊന്നും കഴിയില്ലല്ലോ. ചുറ്റും നിൽക്കുന്ന പലതിൽ നിന്ന് വേണം നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. ഒരു നെല്ല് അല്ലെങ്കിൽ അരി കൂട്ടി ഊണ് കഴിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട, ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിയ കാര്യങ്ങളെ തന്നെയാണ് നമ്മൾ എടുക്കുക. അതിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് അങ്ങോട്ടും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആദ്യം നമ്മൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിക്കുക. നമ്മൾ നുണ പറയാതെ ഇരിക്കുക.